ഹലോ മക്കളെ, അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഹിന്ദിയുടെ ഓണം എക്സാമിന്റെ ആൻസർ കീ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും മെസ്സേജസും എല്ലാവരുടെയും കമന്റ്സ് എല്ലാം മിസ് കാണുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷം, ഈസി ആയിരുന്നു എക്സാം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം മക്കളെ. ആദ്യത്തെ ആക്ടിവിറ്റി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ധൂപാകെ എന്ന് പറയുന്ന നമ്മുടെ കവിതയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ അതായതുകൊണ്ട് വളരെ ഈസി ആയിരുന്നു ആദ്യത്തെ ആക്ടിവിറ്റി അല്ലേ. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ എഴുതുക എന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ധൂപാകെ സുബഹ് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം അല്ലെ. അപ്പോൾ ഇത് രണ്ടാമത്തേതും ഇത് മൂന്നാമത്തേതും ഇത് ഒന്നാമത്തേതുമായിട്ട് വരും. അപ്പോൾ രണ്ടാമത് നോക്കാം. കലിയാം പ്യാരി പ്യാരി മേക്കി എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേതും ഇത് മൂന്നാമത്തേതും ഇത് രണ്ടാമത്തേതുമായിട്ടാണ് ുള്ളത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ ചെയ്തു എന്ന് മിസ് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ വന്നിട്ടുള്ളത് ഇത് മൂന്നാമത്തതും ഇത് രണ്ടാമത്തതും ഇത് ഒന്നാമത്തതുമായിട്ടാണ് ുള്ളത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് വരെ നോക്കാം. കലിയാം ഇത്തിനി സാരി മെഹക്കീം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം 2, 3, 1. അപ്പൊ നിങ്ങൾ ഈ ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ മക്കളെ, രണ്ടാമത്തെ ആക്ടിവിറ്റി കടക്കുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് സൂപ്പർ കോൺ ആകെ ആരാണ് രാവിലെ വന്നത്? ആരാ വരുന്നത്? നമുക്കറിയാം അല്ലെ, ധൂപ്പാണ് വന്നത്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും ഇവിടെ ധൂപ്പ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, അതിന്റെ അഥവാ അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് വേറൊരു സ്റ്റാൻസ കറക്റ്റ് ഓർഡറിലാക്കി എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഹവ ഠണ്ഡി ബഹരഹി ടണ്ടി ടണ്ടി അല്ലെ. ഹവ ബഹരഹി ടണ്ടി ടണ്ടി. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. അപ്പൊ ഇത് മൂന്നാമത്തതും ഇത് രണ്ടാമത്തതും ഇത് ഒന്നാമത്തതുമായിട്ടാണ് വരുന്നത്. പിന്നെ വരുന്ന നോക്കാം. എന്താണ് ഇത് മൂന്നാമത്തതും ഇത് ഒന്നാമത്തതും ഇത് രണ്ടാമത്തതുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? 2, 1, 3 ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളതെങ്കിലും ലാസ്റ്റത്ത് നോക്കിക്കേടാം. എല്ലാവരും 3, 1, 2 ഈ ഓർഡറിലാണ് നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓർഡർ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റിയുടെ മാർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. ഇതിനും ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോക്കിയടാം. കോൺ ഉടുത്തിയായി ആരാണ് പറന്ന് വന്നത്? ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ചിടിയയാണല്ലേ വന്നത്. ചിടിയയാണ് കൃത്യമായിട്ട് വന്നത്. ഓക്കെ, അപ്പൊ ഇതും നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മാർക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിയേ. ചിത്ര പെഹചാനെ ഓർ ശബ്ദ ചുൻകർ ലിഖെ. എന്താണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നിങ്ങൾ മനസ്സിലാക്കുക. താഴെ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വാക്കുകൾ കൃത്യമായിട്ട് എടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ. ടോമി ഏക്ക് പില്ല. നമുക്കറിയാലോ പട്ടിക്കുട്ടിന് എന്താ പറയാ? പില്ല എന്നാണ് പറയാ. അപ്പൊ എന്റെ മക്കളെ എല്ലാവരും പില്ല എന്നാണ് എഴുതിയിട്ടുള്ളതിന്റെ അതിന്റെ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, ഉസേ ആ പിക്ചർ എന്താ കൊടുത്തിട്ടുള്ളത്? ചായ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ചായ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും ചായ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് നമുക്ക് കിട്ടും. പിന്നെ എന്താ സാത്ത് എന്തിന്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്? ബിസ്ക്കറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ബിസ്ക്കറ്റിന്റെ മാർക്കും അല്ലെ. ബിസ്ക്കറ്റ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ നോക്കിയേ. ഖാന പസന്ദ് ഹെ. ബിസ്ക്കറ്റ് ഖാന പസന്ദ് ഹെ. ठीक है. വാഹ് എന്തിന്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്? ബോളിന്റെ ആണ് അല്ലെ. അപ്പൊ നോക്കാം. ഉസേ എന്തിന്റെ കൂടെയാണ്? ഉസേ ബോൾ. അപ്പൊ എന്റെ മക്കൾ എല്ലാവരുടെ ബോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്കും കിട്ടും. ഉസേ ബോൾ സേ ഖേൽത്താ ഹെ. എന്താ അവൻ ബോൾ കൊണ്ടാണ് കളിക്കുന്നത്. ഓർ എന്തിന്റെ പിക്ചറാ കൊടുത്തുള്ള? ഒരു ഈച്ചേന്റെ പിക്ചറാണ് അല്ലെ. അപ്പൊ എന്താണ്? മക്കിയാണ് എഴുതേണ്ടത്. ഓക്കെ, മക്കി എന്നും എന്റെ മക്കൾ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3 മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഒരു കളറിംഗ് ബോക്സ് അല്ലെങ്കിൽ പെൻസിലൊക്കെ ആയിട്ട് പോകണം. കളർ പെൻസിൽസ് എല്ലാമായിട്ട് പോകണം. എന്താണ് ഒരു കളറിംഗ് ആക്ടിവിറ്റി എന്തായാലും ഉണ്ടാവുന്നല്ലേ. അപ്പൊ നമ്മൾ രാവിലത്തെ ക്ലാസ്സിലെല്ലാം ലൈവ് ക്ലാസ്സിലെല്ലാം നമ്മൾ കളേഴ്സ് അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക, എന്താണ് കളേഴ്സിനെ ഹിന്ദിയിൽ പറയാ, എല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ നോക്കാം. ഒന്നാമത്തത് ലാൽ അല്ലെ. അപ്പൊ റെഡ് കളർ ആണ് അല്ലെ. അപ്പൊ റെഡ് എന്ന് എഴുതുക. പിന്നെ എന്താണ് ഹര? അപ്പൊ എന്താ ഗ്രീൻ ആണ്. പിന്നെ എന്താണ് കാല? ബ്ലാക്ക് കളർ ആണ് അല്ലെ. അപ്പൊ ബ്ലാക്ക് എന്ന് എഴുതുക. പിന്നെ എന്താണ് നീല? ബ്ലൂ കളർ ആണ്. അപ്പൊ നമുക്ക് ഇത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ എന്താണ് ഈ പിക്ചറിൽ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ കളേഴ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അതിന്റെ താഴെ കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്താണ്? ഫൂൽ കാ രംഗ് ക്യാ ഹെ. എന്താ പൂവിന്റെ അല്ലെങ്കിൽ ആ ഫ്ലവറിന്റെ കളർ എന്താണ്? അപ്പൊ നോക്കിക്കേ. 1 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും? 1 എന്താ? ലാലാണ്. എന്റെ മക്കൾ എല്ലാവരും ലാലാണ് എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ അതിന്റെ മാർക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത ആക്ടിവിറ്റി ഇങ്ങനെയാണ്. ഇതും നമ്മൾ നമ്മുടെ ലൈവ് ക്ലാസ്സിലും നമ്മുടെ ഓൾറെഡി ഉള്ള മോർണിംഗ് ക്ലാസ്സിലെല്ലാം കൃത്യമായിട്ട് പഠിച്ചതാണ്. എന്താണ്? ചിത്രയ്ക്ക് അനുസാർ വാക്യലിക്കെ. ചിത്രത്തിന് അനുസരിച്ചിട്ടുള്ള ആ ഒരു സെന്റൻസ് കൊടുത്തിരിക്കുന്ന സെന്റൻസ് കൃത്യമായിട്ട് എഴുതുക. എടുത്തെഴുതിയാൽ മാത്രം മതിയാവും. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷമായി അല്ലേ. ഓക്കെ, അപ്പൊ നോക്കിക്കേ. ലടുക്കി എന്ത് ചെയ്യാണ്? ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതണം. ലടുക്കി ബൈത്തി ഹേ. ലടുക്കി ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ബൈത്തി ഹേ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടും. ഓക്കെ,
അടുത്ത് നോക്കുക, ലടുക്കി എന്ത് ചെയ്യാണ്? കളിക്കുകയാണ് അല്ലെ. അപ്പൊ നോക്കിയേ, ലടുക്കി ഖേൽത്തി ഹേ. അപ്പൊ ഇവിടെ നിങ്ങൾ ഖേൽത്തി ഹേ എഴുതി കഴിഞ്ഞാൽ അതിന്റെ മാർക്കും കിട്ടും. പിന്നെ എന്താണ് ലടുക്കി എന്താ ചെയ്യുന്നത്? ലടുക്കി ഖാത്തി ഹേ, ഭക്ഷണം കഴിക്കുകയാണ് അല്ലെ. അപ്പോ കൃത്യമായിട്ട് എന്ത് എഴുതണം? ഖാത്തി ഹേ എന്ന് നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് എഴുതുക. ഓക്കെ ആണല്ലോ മക്കളെ. പിന്നെ എന്താ ലടുക്കി ഉറങ്ങുകയാണ് അല്ലെ. ഉറങ്ങുന്നതിന് എന്താ പറയാ? സോത്തി ഹേ. ലടുക്കി ഉറങ്ങുകയാണ് അല്ലെ. അപ്പോ ലടുക്കി സോത്തി ഹേ എന്നാണെങ്കിൽ അതിന്റെ മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്റെ മക്കളെ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഇവിടെ ബൈത്തി എന്നും കൃത്യമായിട്ട് തന്നെ ബൈത്തി ഹേ എഴുതിയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്താ ലടുക്കി ഖേൽത്തി ഹേ എഴുതിയിട്ടുണ്ടെങ്കിലും, പിന്നെ എന്താണ് ലടുക്കി ഖാത്തി ഹേ എഴുതിയിട്ടുണ്ടെങ്കിലും, പിന്നെ എന്താണ് ലടുക്കി സോത്തി ഹേ എഴുതിയിട്ടുണ്ടെങ്കിലും എന്താണ് അതിന്റെ എല്ലാം മാർക്ക് കിട്ടും. ലാസ്റ്റ് നോക്കിയാൽ ലടുക്കി എന്താ? പുസ്തകം വായിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താ ലടുക്കി പഠിത്തി ഹേ. അപ്പൊ നിങ്ങൾ പഠിത്തി ഹേ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ ആ ആക്ടിവിറ്റിയുടെ കംപ്ലീറ്റ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കാം. അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്താ? നീതു ക പില്ല ഏക. ആ കവിത അല്ലെ, പില്ല എന്ന് പറയുന്ന കവിതയുടെ കറക്റ്റ് ഓർഡറിലാക്കി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മക്കള് ഈ ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ നോക്കാം കേട്ടോ. ഇത് ആറാമത്തെ വരിയായിട്ടും, ഇത് രണ്ടാമത്തെ വരിയായിട്ടും, ഇത് ഒന്നാമത്തെ വരിയായിട്ടും, ഇത് നാലാമത്തെ വരിയായിട്ടും, ഇത് അഞ്ചാമത്തെ വരിയായിട്ടും, ഇത് മൂന്നാമത്തെ വരിയായിട്ടുമാണ് എൻ്റെ മക്കൾ എല്ലാവരും എഴുതിയിട്ടുള്ളതെങ്കിൽ എന്താണ് ഈ അഞ്ചാമത്തെ ആക്ടിവിറ്റിന്റെ കംപ്ലീറ്റ് മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ കവിത എല്ലാം നമ്മൾ പാടി പഠിച്ചതാണ്. ഒരുപാട് പേര് പാടിയൊക്കെ തന്നു. ഓക്കെ, അപ്പൊ നല്ലപോലെ എഴുതിയിട്ടുണ്ടാവുന്ന മിസ് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ആറാമത്തെ ആക്ടിവിറ്റി നോക്കാം മക്കളെ. ശബ്ദ പഹചാൻ കർ ലിഖേ. തന്നിരിക്കുന്ന ഈ വാക്കുകൾ കൃത്യമായിട്ട് ആ പിക്ചറിനെ നേരെ എടുത്ത് എഴുതിയാൽ മതിയാവും. ഓക്കെ, ആദ്യത്തെ പിക്ചർ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണ്? ബാദലാണ്. അപ്പൊ മക്കൾ എല്ലാവരും അവിടെ ബാദൽ, മേഘം, ബാദൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നോക്കിക്കേ, ഒരു പൂമൊട്ടാണ് അല്ലെ. പൂമൊട്ടിന് എന്താ പറയാ? കലി എന്നാ പറയാ. അപ്പൊ മക്കൾ എല്ലാവരും കലി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് കിട്ടും. പിന്നെ എന്താണ്? നമ്മുടെ ഒരു കുഞ്ഞി കിളി അല്ലെ, ഒരു പക്ഷീനെയാണ്. അപ്പൊ എന്താ പക്ഷീന് എന്താ പറയാ? ചിടിയ എന്നാ പറയാ അല്ലെ. അപ്പൊ ചിടിയ എന്ന് എന്റെ കുട്ടികൾ എല്ലാവരും എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. പിന്നെ എന്താ ഉള്ളത്? ഒരു ആനക്കുട്ടിയാണ് അല്ലെ, ഒരു ആനയാണ് അല്ലെ. അപ്പൊ നോക്കിയാ ഹത്തി എന്നാണ് ആനനെ പറയാ. അപ്പൊ അത് ഹത്തി എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്കും കിട്ടും. ഓക്കെ ആണല്ലോ. പിന്നെ ബാക്കി എന്താ? ഒരു വീടാണല്ലോ. വീടിന് എന്താ പറയാ? ഘർ എന്നാണ് പറയാ അല്ലെ. അപ്പൊ ഘർ കൃത്യമായിട്ട് നിങ്ങൾ ഘർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെതായിട്ടാണ് ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, ചിത്ര പഹചാനോ ലിഖേ. തന്നിരിക്കുന്ന ചിത്രം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക, അതിന്റെ കൊടുത്തിരിക്കുന്ന ഈ കാര്യങ്ങൾ എടുത്തെഴുതുക. ഓക്കെ, ആദ്യം എന്താ? സൂര്യനാണ്. സൂര്യൻ എന്താ മക്കളെ? സൂരജാണ്. ഓക്കെ, സൂരജാണ്. പിന്നെന്താ? ഫാൻ ആണ് അല്ലെ. ഫാൻ എന്താ പറയാ? പങ്ഖ എന്നാണ് പറയാ. പങ്ഖ, പങ്ഖ. ഓക്കെ, പിന്നെന്താ? ഒരു കുട്ടിയാണ് അല്ലെ, ഒരു ആൺകുട്ടിയാണല്ലോ. അപ്പൊ ആൺകുട്ടിനെ എന്താ പറയാ? ലടുക്ക. പെൺകുട്ടിയായിരുന്നെങ്കിൽ ലടുക്കി എന്ന് പറയും അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ ലടുക്ക എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മാർക്ക് നമുക്ക് കിട്ടും. പിന്നെ എന്താ ഉള്ളത്? ഒരു ബുക്കാണ് അല്ലെ. ബുക്കിന് എന്താ പറയാ? കിതാബ് എന്നാണ് പറയാ കേട്ടോ. കിതാബ്. ഓക്കെ, അപ്പൊ എല്ലാവരും കിതാബ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് നമുക്ക് കിട്ടും. പിന്നെന്താ? ചിത്രശലഭാണ് അല്ലെ. അപ്പൊ എന്താ പറയാ? തിത്തലി എന്നാ പറയാ കേട്ടോ. തിത്തലി, തിത്തലി. കൃത്യമായിട്ട് തന്നെ എൻ്റെ മക്കൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എന്താണ് ഈസി ആയിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് എഴുതി എന്നൊക്കെ മിസ് അറിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് കുഞ്ഞ് മാർക്ക് കുറഞ്ഞു പോയെന്ന് സങ്കടമൊന്നും വേണ്ട. എല്ലാവർക്കും അടുത്ത എക്സാമിന് എന്താ അടിപൊളിയായിട്ട് പഠിച്ച് കൃത്യമായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ.